رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله رب اشرح لي وصدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷം സംജാതമായിരിക്കുകയാണ്. അതായത് രണ്ട് ഖുർആൻ പഠിതാക്കൾ വിജയികൾക്കുള്ള സമ്മാനമാണ്. എല്ലാവരും നോട്ടം അങ്ങോട്ട് എല്ലാം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവർക്കും പേര് വിളിച്ച് വിതരണം ചെയ്യുന്നു. അതിനു മുമ്പ് നമ്മൾ അക്ബർ സലാമൊക്കെ പറഞ്ഞ കഴിഞ്ഞ കാര്യം, ഈ രണ്ട് ഖുർആൻ പഠനത്തോടെ നമ്മൾ എന്ത് നേടി, നമ്മുടെ ജീവിതത്തിൽ എന്ത് പകർത്തി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണ ഇപ്പൊ മിസ്രി പറഞ്ഞ പോലെ പഠിക്കാത്ത ഒരാള് ചെയ്യുന്ന പഠനത്തെക്കാട്ടിയും അതിന്റെ ശിക്ഷയെക്കാട്ടിയും വളരെ ഗൗരവമായിരിക്കും പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായവരാണ്. ഈയിടെ ഞാനൊരു ഹദീസ് വായിച്ചപ്പോൾ പടച്ചമ്പരാൻ ഒരു സ്ഥലം നശിപ്പിക്കാനായിട്ട് മലക്കളോട് ഉത്തരവ് കൊടുക്കുമ്പോൾ മലക്കളോട് വന്നിട്ട് മലക്കൾ തിരിച്ച് അള്ളാഹുവിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവേ, അവിടെ നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന വളരെ തക്കുവാണ്, മുത്തക്കെ ഒരാളെ പറയുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? അയാളെ ആദ്യം പിടിച്ചോളാൻ പറയും അള്ളാഹു. കാരണം അയാളുടെ ഡ്യൂട്ടി അയാൾ നിർവഹിച്ചില്ല. അയാൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അയാള് ബാക്കിയുള്ളവർക്ക് അത് പകർന്നു കൊടുത്തില്ല, പഠിപ്പിച്ചു കൊടുത്തില്ല എന്നുള്ളതാണ്. അയാൾ പിന്നെ മുത്തക്കയായിട്ടും അള്ളാഹു അയാളെ ആദ്യം പിടിക്കാൻ പറഞ്ഞു. ഇത് ഞാൻ നിങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ സാധാരണ ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഒരുപാട് ടിപ്സുകൾ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ തുറന്നാൽ കാണാം. ഇപ്പൊ ടിപ്സ് നമ്മുടെ സ്ത്രീകൾക്കൊക്കെ അറിയാം. ഉദാഹരണത്തിന് വെളുത്തുള്ളി തൊലിക്കുന്നതിനുള്ള എളുപ്പമാർഗം, അല്ലെങ്കിൽ അതുപോലൊക്കെ ഓരോ വിഷയങ്ങൾ ടിപ്സ് പറയാറ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് വലിയ ഒരു അധ്വാനം ഇല്ലാതെ നമുക്ക് പുണ്യം കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ഞാൻ നിങ്ങളും അശ്രദ്ധ മൂലമോ മറ്റോ അത് വലിയ കാര്യമാക്കാത്തയോ ഒക്കെ നമുക്ക് ആ പുണ്യം നേടിയെടുക്കാൻ പറ്റാത്ത വരുന്നൊരു സാഹചര്യം നിങ്ങളിലും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉദാഹരണത്തിന് നമുക്ക് ആദ്യം ഉണരുമ്പോൾ മുതലുള്ള കാര്യം പറയാം. നമ്മൾ ഉണരുമ്പോൾ അതിൻ്റെ അഹയാന വഴുതമാണ് മാത്തിനെ ഒഴുകിയിരിക്കുന്നത്. ഇതെല്ലാവരും പറയാറുണ്ടോ? പറഞ്ഞാൽ 10 പുണ്യം അതിനുണ്ട്. അത് കഴിഞ്ഞോ നമ്മൾ നേരെ പൊതുശയായിട്ട് അല്ലെ ബാത്റൂമിലോട്ട് നമ്മൾ കയറുകയാണ്. അപ്പൊ ബാത്റൂമിൽ കയറുമ്പോൾ ഉള്ള ആ പ്രാർത്ഥന നമ്മൾ അതിന്റെ വിശ്വാസത്തിൽ ശരിയാണെന്നും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അല്ലാഹു ഇനി അഴുതുവിക്കാൻ ഹുദുസിയുടെ ഹബായിസി എന്ന് പറയാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിന് അധ്വാനമൊന്നുമില്ല. വലത് ബാത്റൂമിന്റെ ഇടതുകാലം വെച്ച് കയറുക, വലതുകാലം വെച്ച് ഇറങ്ങുക. ഇതിനൊക്കെ നമുക്ക് പുണ്യമുള്ളതാണ്. എന്നിട്ട് ബാത്റൂമിൽ ഇറങ്ങുമ്പോൾ ഓപ്പറാൻഡക്ക എന്ന് പറഞ്ഞുകൊണ്ട് ബാത്റൂമിൽ ഇറങ്ങുക. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് പ്രതിഫലം എത്ര കിട്ടി? അധ്വാനമൊന്നുമില്ല. ഇപ്പൊ നമസ്കരിക്കാനോ നോമ്പൊടിക്കാനോ ബാക്കി കാര്യങ്ങൾ കർമ്മങ്ങൾ ചെയ്യാനോ ഒക്കെ നമുക്ക് അധ്വാനങ്ങളുണ്ട്. ഇതിനൊന്നുമില്ല. ഇത് നമ്മുടെ മനസ്സിൽ നീയത്ത് വെച്ച് മുന്നിൽ നെല്ലിയാണ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇത് പറയുക. ഇനി അടുത്തതോ, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹി പറയുക. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ് ഇത് പറയുക. ഇത് പറഞ്ഞാൽ അതിന്റെ പുണ്യം നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു. ഇത് നമ്മളുടെ അശ്രദ്ധ കൊണ്ടൊക്കെ ചിലപ്പോൾ മറന്നു പോകും, പറയുന്നവരുണ്ടാവും. പക്ഷെ ഇത് ശ്രദ്ധാപൂർവ്വം പറയുന്ന എത്ര പേരുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിന്റെ പുണ്യം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ടോ വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലദീ സഖറന ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇത് നമ്മൾ കൃത്യമായിട്ട് എല്ലാവരും വാഹനമുള്ളവർ പറയാറുണ്ടോ? കാരണം നമുക്ക് എല്ലാവർക്കും വാഹനമുള്ളവരാണ്. 2 വീലറുണ്ട്, അല്ലെങ്കിൽ കാറുണ്ട്. പക്ഷെ നമ്മൾ ചിലപ്പോൾ ധൃതിപ്പെട്ട് വണ്ടിയെ കയറി വിട്ടുപോകും. അപ്പോഴൊക്കെ നമുക്ക് ലഭിക്കുന്ന പുണ്യം നമ്മൾ അത് നഷ്ടപ്പെടുന്നു. ഈ വാഹനത്തിൽ കയറുന്ന പ്രാർത്ഥന നമ്മൾ എവിടെ പോയാൽ അവിടെ നിർത്തി. ഇപ്പൊ പള്ളി വരിക, പള്ളി വന്നിട്ട് തിരിച്ചു പോകുമ്പോഴും നമുക്ക് ഈ പ്രാർത്ഥന തന്നെ നമുക്ക് ചൊല്ലാവുന്നതാണ്. അടുത്തത് വെള്ളം കുടിക്കുമ്പോൾ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ 5ഓളം പുണ്യങ്ങളുണ്ട്. അതെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. പക്ഷെ എത്ര പേര് അത് ചൊല്ലുന്നുണ്ട്, അത് പ്രാവർത്തികമാക്കുന്നുണ്ട് എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. ഒന്ന്, വലത് ഉപയോഗിക്കുക, ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറയുക, ഇരുന്ന് കുടിക്കുക, സിപ്പ് ചെയ്ത് കുടിക്കുക, അൽഹംദുലില്ലാഹ് പറയുക, വെള്ളം കുടിച്ചിരിക്കുക. 5ഓളം പ്രതിഫലമാണ്. 5 പ്രതിഫലം. ഒന്നിന് 10 വെച്ചാണെങ്കിൽ 50
ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമുക്കത് കിട്ടും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പിന്നെ ഷർട്ട് ധരിക്കുമ്പോൾ വലങ്കയിൽ ബിസ്മില്ലാ പറഞ്ഞ് വലങ്കയോട് ധരിക്കുകയാണ്. ആദ്യം വലത്ത് ധരിക്കുക. ഷർട്ട് ഊരുമ്പോൾ ഇടത്തിലേ ഊരുക. അതുപോലെ തന്നെ ചെരുപ്പ് ധരിക്കുമ്പോഴും ബിസ്മില്ലാ പറഞ്ഞ് വലതുകാലിൽ ധരിക്കുക. ചെരുപ്പ് ഊരുമ്പോൾ ഇടതുകാലിൽ ആദ്യം ഊരുക. ഇതിനൊക്കെ അതൊക്കെ ഇതിനൊക്കെയുള്ള പ്രതിഫലം നമ്മൾ വളരെ അധ്വാനം ഇല്ലാതെ നമ്മൾ കിട്ടുന്നതാണ്. പിന്നെ ഒരു പ്രാർത്ഥന ഇതെന്തുവാണ് 1,00,000 പ്രതിഫലമാണ്. ഒറ്റ പ്രാവശ്യം കിട്ടിയാണ് നമുക്കൊക്കെ അത്ഭുതം വരുന്നത്. 1,00,000 പ്രതിഫലം കിട്ടുന്ന ദുവ അതെന്താണ് നമ്മൾ മനസ്സിലാക്കണം. മാർക്കറ്റിൽ കയറുമ്പോൾ അങ്ങാടി കയറുമ്പോൾ ഉള്ള ഒരു പ്രാർത്ഥന നിർവസലാസം നമ്മളെ പഠിപ്പിച്ചു. അത് വളരെ എന്താ പറയുക. പക്ഷെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ പറയണമെന്ന് എത്ര മനസ്സിൽ വിചാരിച്ചാൽ നമ്മൾ മറന്നുപോകും. അതെന്താണ് എന്നുള്ളത് തന്നെ നമുക്കറിയില്ല. ഇത് മാർക്കറ്റിൽ കയറുമ്പോൾ ഈ ഒരു പ്രാർത്ഥന പറഞ്ഞാൽ 1,00,000 പ്രതിഫലം പുണ്യമാണെന്നാണ് നബിസ്വല്ലല്ലാഹു നാളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ വ്യത്യസ്തമാക്കുകയും ചൊല്ലുകയും ചെയ്താൽ നമുക്കൊരു ദിവസം എത്ര പുണ്യം കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. ഒരിടത്ത് ഒരു വലിയ ഉസ്താദ് ഉണ്ടായിരുന്നു. വലിയ അറിവുള്ളവരാണ്. പഴയടുത്ത് ധാരാളം അറിവ് അല്ലെങ്കിൽ നേടുന്നുണ്ട്. അങ്ങനെ 2 പേര് ആ ഉസ്താദിന്റെ അടുത്ത് അറിവ് നേടുവാനും ചെയ്തു. അങ്ങനെ ആ ഉസ്താദിൽ നിന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞു. അവർ പോകാൻ ഉസ്താദ് എന്ത് ചെയ്തു? അവർക്ക് 2 പേർക്കും ₹1 നാണയം വെച്ച് ഓരോരുത്തർക്കും കൊടുത്തു. എന്നിട്ട് അവർക്ക് 2 മുറിയും കാണിച്ചു കൊടുത്തു. ഒരാൾക്ക് ഒരു മുറി, അടുത്തയാൾക്ക് അടുത്ത മുറി. എന്നിട്ട് ഈ ഉസ്താദ് പറഞ്ഞു, ഈ ₹1 കിട്ടുന്ന സാധനം കൊണ്ട് നിങ്ങൾ ഈ മുറി നിറയ്ക്കാൻ. 2 പേർക്കും ഒരു അത്ഭുതം തോന്നി. ₹1 എന്ത് സാധനം കിട്ടിയിട്ട് നമ്മൾ ഈ മുറി നിറയ്ക്കാൻ. പക്ഷെ 2 പേരും ഉസ്താദിൽ നിന്നും അറിവ് നേടിയവരാണ്. അങ്ങനെ ഒരാൾ നേരെ ചെന്നു. അദ്ദേഹം നോക്കിയപ്പോൾ ഈ ₹1 കൊണ്ട് മുറി നിറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയപ്പോൾ ഒരിടത്ത് മാലിന്യം കൂടി കളിക്കും. അവിടെ ഒരാൾ പറഞ്ഞു, എന്റെ നോട്ടക്കാരൻ, വൈകിട്ട് അവിടെ ചെന്ന ₹1 കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് മാലിന്യം. അയാൾ പറഞ്ഞത് എല്ലായിടത്തോട് പോകും. അങ്ങനെയാണല്ലോ, നമുക്കിവിടെ മാലിന്യം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എടുത്തോണ്ട് പോകാം, പൈസ ഒന്നും കൊടുക്കില്ല. പക്ഷെ ₹1 കൊടുത്ത് അയാൾ മാലിന്യം കൊണ്ട് ആ മുറി മുഴുവൻ നിറച്ചു. അടുത്തയാള് അയാളൊന്നും സാധനം വാങ്ങി. അങ്ങനെ ഉസ്താദ് ഇവരെ പരിശോധിക്കാനായിട്ട് ആ മുറിയിൽ വന്നു. ആ മുറിയിൽ വന്ന് നോക്കിയപ്പോൾ ഒരു മുറിയിലോട്ട് അടുക്കാമില്ല, ദുർഗന്ധം. അപ്പൊ ഉസ്താദ് ചോദിച്ചു, എന്ത് പറ്റി? അല്ല ഉസ്താദെ, ഈ ₹1 എനിക്ക് ഇതാ കിട്ടിയത്, ദുർഗന്ധം വമിക്കുന്ന കുറച്ച് സാധനങ്ങൾ. മറ്റേ ആളുടെ അടുത്ത് ചെന്നു. എൻ്റെ അടുത്ത് ഒരു ചെറിയ പൊതി വന്നു. അദ്ദേഹം ഉസ്താദ് ചോദിച്ചു, ഇതെന്താണ്? അദ്ദേഹം ആ പൊതി അഴിച്ചു നോക്കിയപ്പോ ഒരു മെഴുകുതിരിയും ഒരു ചന്ദനത്തിരിയും ₹1 കൊടുത്ത് അയാൾ വാങ്ങി. അപ്പൊ ഉസ്താദ് ചോദിച്ചു, ഇതുകൊണ്ട് എങ്ങനെയാണ് മുറി നിറയ്ക്കുക? അദ്ദേഹം ആ മെഴുകുതിരി ആ മേശപ്പുറത്ത് കത്തിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രകാശം ആ മുറി മുഴുവൻ നിറഞ്ഞു. ആ കൂടെ ആ ചന്ദനത്തിരിയും കൂടെ കത്തിച്ചു വെച്ചു. ആ ചന്ദനത്തിന്റെ സുഗന്ധം ആ മുറി മുഴുവൻ നിറഞ്ഞു. 2 പേർക്കും കിട്ടിയ അറിവ് ഒന്നാണ്. 2 പേര് ചെയ്തത് 2 രീതിയിലാണ്. ഒരാൾ ദുർഗന്ധം വമിക്കുന്ന, തിന്മയെന്ന് അവകാശപ്പെടുന്ന അതിലോട്ട് പോയി. പക്ഷെ മറ്റേയാൾ നന്മയുടെ ഭാഗത്ത് ചിന്തിച്ചു, അവിടെ സുഗന്ധം വമിക്കുന്ന വസ്തുക്കൾ അദ്ദേഹത്തെ മേടിച്ചു വെച്ചു. ഇതുപോലെ തന്നെയാണ് നമ്മൾ 2 ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി അറിവ് വന്നു കഴിയുമ്പോൾ നന്മയിലേക്ക് പോകാം. കാരണം മനുഷ്യന്റെ മനസ്സ് കണ്ടാണല്ലോ. നമ്മുടെ മനസ്സിൽ നിന്ന് ഉപദേശിക്കും. നന്മ ഉപദേശിക്കുന്ന ഒരാൾ യഥാർത്ഥമായിട്ട് നന്മ ആദ്യം പറഞ്ഞു കേൾക്കും. പക്ഷേ തിന്മ ഉപദേശിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് അരിഞ്ഞ് അതിൽ നിന്ന് തടയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞ കഥ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം വീട്ടിൽ പോയി ഒന്ന് ആലോചിച്ച് നോക്കണം. 2 പേർക്കും കിട്ടിയ അറിവൊന്നാണ്. പക്ഷെ ഒരാള് ദുർഗന്ധം വമിക്കുന്ന മാലിന്യത്തിലേക്ക് പോയപ്പോ ഒരാള് സുഗന്ധം വർണ്ണിക്കുന്ന ആ നന്മയിലേക്കാണ് അദ്ദേഹം ചിന്തിച്ചത്. എന്ന് പറയുന്ന പോലെ ഈ പഠനം കൊണ്ട് നമ്മൾ നന്മ ചിന്തിക്കുക, നന്മയിലേക്ക് വരിക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
അടുത്തത് നമ്മുടെ സമ്മാനദാനമാണ്. സമ്മാനദാനം ഇപ്രാവശ്യം ചെറിയൊരു വ്യത്യാസം സാധാരണ എഴുതി പോകാൻ സമ്മാനം കൊടുക്കുന്നവർക്ക് വെളിച്ചത്തിന്റെ പൈസ നമ്മൾ കൊടുക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം അവർക്കും ആ സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ പിന്നെ പറയാനുള്ളത് ബാലവെളിച്ച കുഞ്ഞുങ്ങൾക്കുണ്ട്. റംസാൻ ക്വിസിന്റെ ഉത്തരക്കടലാസ് ഞാൻ ആ പരീക്ഷ നടന്നു കഴിഞ്ഞാൽ അവന് ഒരു വെള്ളിയാഴ്ച എല്ലാവർക്കും വിതരണം ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. അല്ലാതെ എൻ്റെ കയ്യിലില്ല. സാധാരണ അത് ഇതുപോലെ എഴുതപ്പെടാണ്ട് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒന്നുമില്ലല്ലോ, എൻ്റെ പ്രിന്റ് ഔട്ട് എടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം അത് ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. അത് നിങ്ങൾ നോക്കുക. പിന്നെ വക്കീലൊക്കെ മദ്രസയെ കുറിച്ച് പറഞ്ഞത് വളരെ സജീവമായിട്ട് പറ്റും. അതുപോലെ മിശ്രി പറഞ്ഞ കാര്യങ്ങളും ആ ക്ലാസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇൻഷാല്ല അത് നമ്മുടെ കത്തിൽ പരിഹരിക്കുന്നതാണ്. ഈ പ്രാവശ്യം ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂറത്ത് സജദ, സൂറത്ത് അഹ്സാബ്, സൂറത്ത് സബഅ. ഈ 3 സൂറത്തുകളാണ് ഇത് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ കുറച്ചാണ്. അതുകൊണ്ട് ഇൻഷാല്ല നോമ്പും പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ ക്ലാസ് നമ്മൾ വിടുക. അതുപോലെ നമുക്ക് പുസ്തകങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പുസ്തകം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതുപോലെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ റംസാൻ ക്വിസിന്റെ സമ്മാനം ഫസ്റ്റ് പ്രൈസ് 5000 രൂപയാണ് നമ്മൾ കൊടുത്തത്. പക്ഷേ ഇപ്രാവശ്യം ഫസ്റ്റ് പ്രൈസിന് 2 അവകാശികളുണ്ട്. അതുകൊണ്ട് നമ്മളത് 2500 രൂപ വെച്ച് 2 പേർക്കും കൊടുക്കും. സെക്കൻഡ് പ്രൈസിന് 2 അവകാശികളാണ്. അവർക്ക് 2000 രൂപ വെച്ച് കൊടുക്കും 2 പേർക്കും. തേർഡ് പ്രൈസ് 1000 രൂപയാണ്. അത് അടുത്ത 3-ാം സ്ഥാനക്കാർക്ക് നമ്മൾ കൊടുക്കും. അതുകൊണ്ട് ആദ്യം നമ്മൾ വിളിക്കാൻ പോകുന്നത് റംസാൻ ക്വിസിന് വിജയികളായവരെയാണ് ആദ്യം നമ്മൾ ക്ഷണിക്കുന്നത്.